അതുപോലെ പാർട്ടിക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒരുപക്ഷെ ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷേ പാർട്ടിക്ക് പുറത്ത് നടക്കുന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഊഹാപോഹങ്ങളും ഒക്കെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരും. ഇപ്പം അങ്ങനെ ഒന്ന് കേട്ടതാണ്, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഗുഡ് ലിസ്റ്റിൽ ശൈലജ ടീച്ചർ ഇല്ല. അങ്ങനെ അതിനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ മട്ടന്നൂരിൽ നവകേരള സദസ്സ് വന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ദിവസവും ആളുകളെ കാണുന്ന അധ്യക്ഷയ്ക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വന്നു. അതൊരു അവഹേളന സ്വഭാവമുള്ള ഒരു പരാമർശമായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതായത് 20 മിനിറ്റ് വരെ MLA സംസാരിക്കണമെന്ന് തീരുമാനമെടുത്തത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടാണ്. അതായത് മണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം പറയാൻ ഈ സമയക്രമമൊക്കെ നിശ്ചയിക്കുമല്ലോ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം, ഗവൺമെൻറ് പ്രോഗ്രാമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ സമയക്രമമൊക്കെ നിശ്ചയിച്ചു. 20 മന്ത്രിമാർ വരും, അതിലൊരു 3 മന്ത്രിമാർ സംസാരിക്കും, പിന്നെ മുഖ്യമന്ത്രി സംസാരിക്കും. അതിനു മുമ്പ് അധ്യക്ഷ പ്രസംഗം എന്നുള്ളതിൽ MLA മണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു 20 മിനിറ്റ് വരെ സംസാരിക്കാം. ഞാനൊരു 10-14 മിനിറ്റാണ് സംസാരിച്ചത്. അവിടെ കുറച്ച് വൈകി, ജാതിയെത്താനും വൈകിയിരുന്നു, ഈ യാത്രയെത്താനും വൈകിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി വന്ന് നോക്കുമ്പം ഈ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാരിൽ ഒരാൾ സംസാരിച്ചിട്ടില്ല. മറ്റു മന്ത്രിമാർ നീട്ടി സംസാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആദ്യം സംസാരിച്ച 2 മന്ത്രിമാരും അധികമൊന്നും പറഞ്ഞില്ല, 10-25 മിനിറ്റ് വീതമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കൂടുതൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും വന്ന വൈകലിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. മുഖ്യമന്ത്രി വരുമ്പോഴേക്ക് പ്രസംഗം എല്ലാം തീർത്തിട്ട് മുഖ്യമന്ത്രി സംസാരിച്ച് പോവുക, ഇതാണ് ഇതിൻ്റെ ഷെഡ്യൂള്. മുഖ്യമന്ത്രി വന്നപ്പോൾ ആരോ പറഞ്ഞു ടീച്ചറിൻ്റെ പ്രസംഗം ലേസം നീണ്ടുപോയി എന്ന്. മുഖ്യമന്ത്രി കേട്ടിട്ടില്ലല്ലോ, ഞാൻ പറയുന്നത് അദ്ദേഹത്തോട് കേട്ടിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടാവണം, അല്ലാണ്ട് അദ്ദേഹം അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞു, അവനവൻ്റെ മണ്ഡലമല്ലേ ഇത്, ആളുകളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ MLA കുറേ അധികം സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഒരാൾ ഈ ഷെഡ്യൂൾ ലേശം മാറ്റം വന്നു എന്നുള്ളത് പറഞ്ഞു. അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്കും അത് സ്റ്റേജിൽ നിന്നൊന്നും മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത്. സ്റ്റേജിൽ നല്ലവണ്ണം കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്ന് മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയെല്ലാം ശകാരിച്ച് വഴക്ക് പറഞ്ഞു എന്നെല്ലാം വന്നപ്പോൾ എനിക്കൊരു വിഷമമായി. കാരണം അങ്ങനെ പറയാനിടയില്ലല്ലോ. CM ഉള്ള സമയത്ത് ഞാൻ സംസാരിച്ചു, പക്ഷേ CM തന്നെ അത് ക്ലിയർ ചെയ്തു. പിറ്റത്തെ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു വിചാരമുണ്ട് ശൈലജ ടീച്ചറെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കുറ്റം പറയുന്നു, അത് ശൈലജ ടീച്ചർ അടുത്ത് പോലും ചിലവാവില്ല കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പം അതിനെല്ലാം പ്രതികരിക്കുന്ന ഒരാളാണോ മുഖ്യമന്ത്രി? ഗുഡ് ലിസ്റ്റിലുണ്ട് തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടകം അതും കൂടിയാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല, അദ്ദേഹം പാർട്ടിയുടെ പ്രബലനായൊരു നേതാവാണ്. ഞങ്ങളെല്ലാം അതിൻ്റെ താഴെ വളർന്നു വന്നിട്ടുള്ളവരാ. അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ അല്ലെ, ഒരാളിൻ്റെ ഗുഡ് ലിസ്റ്റും ബാഡ് ലിസ്റ്റൊന്നും ഇല്ല പാർട്ടിക്കകത്ത്. പക്ഷേ എന്നാലും ഒരു ശൈലജ ടീച്ചർ വളരെ ശരിയല്ല, അത്ര പ്രവർത്തിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താ, ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈലജ ടീച്ചർ. പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു, അത് ഏത് ഘടകത്തിലായാലും നിർവഹിക്കുന്നു. എന്നാൽ എല്ലാം പൂർത്തിയായ ഒരാളാണ് ഞാൻ. എനിക്കൊരുപാട് പിഴവുകളൊക്കെ പറ്റാം, എന്നിട്ട് പോലും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നന്നായിട്ട് നിർവഹിക്കുന്ന ഒരാളാണെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. അതല്ലാതെ എവിടെയെങ്കിലും പറഞ്ഞോ ശൈലജ ടീച്ചർ പറ്റുമായിരുന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ?